നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റലൈറ്റ് നമ്മൾ അവഗണിച്ചിട്ടില്ല. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ സിനിമകളെ പറ്റി അവർക്ക് ചാനലുകാർക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം. കാരണം നമ്മൾക്ക് ഇങ്ങനെ കുടുംബ സിനിമയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ന്യൂ ജേഴ്സി സിനിമയല്ല എന്ന രീതിയിൽ നമുക്ക് സാറ്റലൈറ്റ് റൈറ്റിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരം വളരെ എമൗണ്ട് കൊടുത്ത് സാറ്റലൈറ്റ് എടുത്തിട്ട് ഇതേ ചാനലുകാർക്ക് തന്നെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഒരുപാട് സിനിമകൾക്ക് ന്യായമല്ലാത്ത പൈസ കൊടുത്ത് ഈ സാറ്റലൈറ്റ് റൈറ്റ് എടുക്കുകയും അവസാനം തിയേറ്ററിൽ ഇത് 2 ദിവസം പോലും ഓടുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ ഇതെല്ലാം അനുഭവിക്കാനുള്ളത് ഈ പൈസ കൊടുത്ത ആളുകൾക്ക് തന്നെയാണ്. അപ്പോൾ അതൊരു കുറച്ച് സമയം ആകുമ്പോഴേക്കും അതൊരു തിരിച്ചറിവുണ്ടാവണം എന്നാണ്. കാരണം അത് ഒരുപാട് സമയം വിഡിത്തം ചെയ്യാൻ പാടില്ലല്ലോ. ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്കത് ബോധ്യമാവും ആ ചെയ്ത് മുഴുവൻ തെറ്റായിപ്പോയി എന്ന് തോന്നി തിരിച്ചു വരും. നല്ല രീതിയിലുള്ള നല്ല സിനിമകളെ തന്നെ കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിക്കുന്നതനുസരിച്ച്. കാരണം അല്ലാതെ മാർക്കറ്റാണല്ലോ. കാരണം ആരെ എന്ത് എമൗണ്ട് കൊടുത്ത് സിനിമ എടുപ്പിച്ചാലും അത് കാണേണ്ടത് പ്രേക്ഷകനാണ്. അതിപ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ടാലും TV ചാനലിൽ വന്ന് കണ്ടാലും എല്ലാം സെയിം അത്. അപ്പോൾ ചാനലിലെ ആളുകൾ ആ സിനിമ വരുമ്പോൾ ഈ ശേഷം മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ആ ഒരു വ്യത്യാസം അവർ തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഒരു പരിധി വരെ നമ്മൾ ഗുണവും വേറൊരു നിലക്ക് ദോഷവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എഴുതുന്ന ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. കാരണം സിനിമയിൽ എത്തപ്പെടാൻ പറ്റാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾ ചിലപ്പോൾ നിരന്തരമായി എന്ത് സിനിമ വന്നാലും കുറ്റം പറയുക എന്ന രീതിയിലേക്ക് കൂടി ചാനലിൽ വരെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൽ വളരെ മോശമായി സിദ്ദീഖാനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള സിദ്ദീഖാനെ പോലുള്ളൊരു ഡയറക്ടറെ ഒറ്റ സിനിമ മാത്രം അധികം നല്ല രീതിയിൽ പോയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ വേറൊരാളുടെ അസിസ്റ്റൻ്റ് ആവാൻ പറയുന്നു. അങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നവരെ രീതിയിലേക്ക് വളരെ മോശമായ താഴ്ന്ന നിലയിലേക്ക് ഈ ആളുകൾ പോകുന്നുണ്ട്. അവരും സിനിമ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ള ആൾക്ക് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ സങ്കടം ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും സിദ്ദീഖാനെ സംബന്ധിച്ചൊന്നും സംഭവിക്കാനില്ല. കാരണം അദ്ദേഹം ആരാണെന്ന് കേരളത്തിലെ സിനിമാ പ്രേമികൾ മുഴുവൻ അറിഞ്ഞതാണ്, ഇന്ത്യ മുഴുവൻ അറിഞ്ഞതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ഒരല്പം ബോധം കാണിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ 2 രീതിയിൽ സിനിമ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സിനിമയിൽ സ്റ്റോറി നരേഷനാണ്, കഥ അങ്ങനെ പറഞ്ഞു പോവുക. ന്യൂ ജനറേഷൻ സിനിമകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷ്വൽസാണ്, വെറും ഷോട്ടുകൾ. ഇതൊക്കെ തന്നെ അങ്ങനെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫോറിൻ സിനിമകളുടെ കോപ്പിയടികളാണ്. അവരുടെ ജീവിത രീതി അനുസരിച്ചുള്ള വിഷ്വൽസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മലയാളത്തിലേക്ക് കുത്തിക്കയറ്റുന്നത്. അപ്പോൾ പല സമയത്ത് നമുക്ക് തോന്നി എന്തിനാണ് ഇങ്ങനത്തെ കുറേ ഷോട്ടുകൾ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ ഉള്ള അഭിപ്രായം മാത്രമായിട്ട് എടുത്താൽ മതിയത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സിനിമ പറച്ചിലും ഉണ്ട്. അതാണ് പല ആൾക്കാരും പറഞ്ഞത് ഭയങ്കര മേക്കിംഗ് ആണെന്ന് പറയും. ഈ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും. കാണാൻ ഭംഗിയുള്ള കുറേ ഷോട്ട് എടുക്കലാണോ മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കഥ മറ്റൊരാളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്ന സ്റ്റോറി നരേഷൻ അതാണോ മേക്കിംഗ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതാണ് നമുക്ക് ആവശ്യം? ഒരു കഥ മറ്റാളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റത് കുറേ വിഷ്വൽ ഗിമ്മിക്സുകളാണ്. അത് കണ്ട് പേടിച്ച് ഗംഭീര മേക്കിംഗ് എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള 2 തരം മേക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയിൽ ഇത്തരം ഒരു ഗിമ്മിക്സും കാണിച്ചിട്ടില്ല. കഥ നമ്മൾ ജനൽ തുറക്കുമ്പോൾ തൊട്ട വീടിനകത്ത് സംഭവിക്കുന്ന തൊട്ട വീട് മുറ്റത്ത് സംഭവിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ വിഷ്വൽസ് എടുത്തിട്ടുള്ളത്. ഒരു സെക്കൻഡിൽ 150 ഷോട്ട് പോകുന്ന അത്തരം രീതിയിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം അത് നമ്മുടെ പ്രേക്ഷകർ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അത്ര വലിയ വലിയ ഷോട്ടുകൾ വെച്ചിട്ടുള്ളത്. ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 1500 ഷോട്ടുകൾ കട്ട് ചെയ്യലല്ല സിനിമ. അല്ല, 2 സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ടാണ്. കാരണം എൻ്റെ ലൈഫിൽ തന്നെ വളരെയധികം പ്രേക്ഷകരുണ്ടാക്കിയ എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ സ്ത്രീ പ്രേക്ഷകരാണ്. കാരണം എൻ്റെ സിനിമയിലുള്ള മുഴുവൻ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വേദനകൾ സിനിമയിലൂടെ ഭർത്താക്കന്മാരെ ബോധിപ്പിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തന്ന സിനിമയാണ് വെറുതെ ഒരു ഭാര്യ. ഇപ്പോൾ അതിൻ്റെ അതേ ഗണത്തിലുള്ള മറ്റൊരു വിഷയമായി പറഞ്ഞ് ഈ ഭാര്യ അത്ര പോരാ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും ഇതേ സ്ത്രീ പ്രേക്ഷകർ തന്നെയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അവരാണ് നിർബന്ധിച്ച് ഭർത്താക്കന്മാരെ സിനിമ കാണിക്കുന്നത്, അവരാണ് നിർബന്ധിച്ച് അവരുടെ കൂട്ടുകാരെ തിയേറ്ററിൽ കൊണ്ടുവരുന്നത്. കാരണം സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ തന്നെ അവർ ഫോൺ ചെയ്ത് പറയുക,
നേരത്തെ വരണം, ഭയങ്കര തിരക്കാണത്, അങ്ങനെ അത് പറഞ്ഞാൽ അവർ മറ്റുള്ള മൗത്ത് പബ്ലിസിറ്റിയാണ് തന്നിട്ടുള്ളത്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു വെറുതെ ഒരു വാരിക്കുണ്ടായിരുന്നത്. അതേ റേഞ്ചിലുള്ള ഒരു പബ്ലിസിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കായി മൗത്ത് പബ്ലിസിറ്റി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് വീട്ടമ്മമാരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അതിനിയുണ്ട്, ഇനി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വീട്ടമ്മമാരുണ്ട്. ഈ കഥ അവസാനിക്കുന്നില്ല. കാരണം എവിടെയോ ഭാര്യയും ഭർത്താവ് ഒരു കുടുംബമുണ്ടോ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയുണ്ട്. അത് നമ്മൾ വേറൊരു രീതിയിൽ ഇതുമായി ബന്ധമില്ലാത്ത വേറൊരു തരത്തിലൂടെ ആ കഥ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ മനുഷ്യരുണ്ടോ കുടുംബങ്ങളുണ്ടോ അന്ന് എന്നും കഥകളുണ്ടാവും. എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഭർത്താക്കന്മാരോട് തന്നെയാണ്. കാരണം ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുടുംബം മാത്രമല്ല, ഭാര്യ എന്ന് പറയുന്ന മനുഷ്യജീവിയുണ്ട്, അവർ കൂടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. എന്നാലേ അത് നല്ല രീതിയിലുള്ള കുടുംബമായിട്ട് മാറുള്ളൂ. കല്യാണം പെണ്ണ് കാണാൻ വരുന്ന സമയം മുതൽ പല സ്ത്രീകളും അനുസരിക്കാൻ പഠിക്കും. കാരണം ആദ്യമായി കാണുന്ന ഒരാൾ, ഇതാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, നിനക്ക് ഇഷ്ടപ്പെട്ടോ, സെക്കൻഡ് വെച്ച് മറുപടി പറയണം. അവിടെ നിന്ന് മുതൽ ഈ പെണ്ണ് തൻ്റെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും അഭിപ്രായത്തിൽ യോജിച്ച് പോകേണ്ടി വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അനുസരിക്കാൻ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ മാത്രം എതിർപ്പ് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളും കല്യാണത്തിലേക്ക് കടക്കും. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകൾ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ ഈ ഭാര്യ വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്ക് അന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല, നിങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചാണ് ഈ കല്യാണം നടത്തിയത്. അപ്പോഴും അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അച്ഛനും അമ്മയും അനുഭവിക്കുന്നത് മുഴുവനും ഈ ഭാര്യയായിരിക്കും. അപ്പോൾ അന്ന് മുതലേ ഈ പെണ്ണ് അനുസരിക്കാൻ പഠിക്കുകയാണ്. പിന്നീട് ഈ ഭർത്താവിൻ്റെ ശീലങ്ങളെ ഒരു ദുഃഖം പോലെ തന്നെ അതിനൊരു ശീലമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഭാര്യമാർക്ക് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതല്ല എന്നും കരഞ്ഞാൽ തോറ്റു എന്നാണെന്നും കരയാതെ തൻ്റെ ഇടത്തോടു കൂടി ഇതിനെ നേരിടുക, ഭർത്താവിൻ്റെ പോരായ്മകൾ വ്യക്തമായും ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ നേരെ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയാളെ തിരുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വീട്ടമ്മമാർക്കും നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വിലയുണ്ടെന്നും സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതിലെ സ്ത്രീ കഥാപാത്രമായിട്ടുള്ള ഗോപിയുടെ പ്രിയ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് മകനൊരു തെറ്റ് ചെയ്തിട്ട് പോലും അമ്മ ക്ഷമിക്കാത്തത്. അമ്മ പോലും വീട്ടിൽ നിന്നും ഒഴിവാക്കുന്ന, അമ്മ പോലും സമ്മതിക്കാത്ത വിധത്തിലുള്ള ഒരു തെറ്റ് മകൻ ചെയ്യുമ്പോൾ എല്ലാ തെറ്റും പുറത്ത് സ്വീകരിക്കുന്നവളല്ല നായിക. അതൊരു സ്ത്രീ കഥാപാത്രമാണത്. കാരണം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരുടെ പ്രതിനിധിയായിട്ടാണ് ഗോപിയുടെ കഥാപാത്രം നിൽക്കുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗോപി ഇതുവരെ ചെയ്ത വെറുതെ ഒരു ഭാര്യയേക്കാൾ ശക്തമായ കഥാപാത്രമാണ് ഗോപിയെ ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്.